നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യ പാദത്തിൽ തകർപ്പൻ ജയമാണ് ആസ്റ്റൺ വില്ല സ്വന്തമാക്കിയിരിക്കുന്നത്. അവരിതാ ക്വാർട്ടർ ഫൈനലിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. 3-1 വിജയം അവർ നേടുമ്പോൾ മാർക്കോ അസെൻസിയോ വീണ്ടും ഗോളടിച്ചിരിക്കുന്നു. ഇത്തവണ പെനാൽറ്റിയിലൂടെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഗോളടി മേളം തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ PSG-യിൽ നിന്ന് ലോണിലാണ് ആസ്റ്റൺ വില്ലയിലേക്ക് എത്തിയത്. എന്നിട്ട് 4 കളി കളിച്ചു. അതിൽ 5 ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു എന്നർത്ഥം. എന്തായാലും ആസ്റ്റൺ വില്ലയുടെ കുതിപ്പിന് അദ്ദേഹത്തിൻ്റെ സഹായം കൂടി ലഭിക്കുമ്പോൾ വലിയ സ്വപ്നങ്ങൾ അവർ കാണുന്നുണ്ട്. ഈ കളിയിൽ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ബെയ്ലിയിലൂടെ ആസ്റ്റൺ വില്ല ലീഡ് എടുത്തതാണ്. എന്നാൽ 12-ാമത്തെ മിനിറ്റിൽ ഡി കുയിപ്പറിലൂടെ ക്ലബ് ബ്രൂഗെ ഒപ്പം പിടിച്ചു. പിന്നീട് രണ്ടാം പകുതിയുടെ അവസാനത്തിലാണ് 2 ഗോളുകൾ വീഴുന്നത്. ഒന്ന് ഓൺ ഗോളായിരുന്നു. 82-ാമത്തെ മിനിറ്റിൽ മെച്ചിലയുടെ ഓൺ ഗോൾ ആസ്റ്റൺ വില്ലയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു. അതിനുശേഷമാണ് 88-ാമത്തെ മിനിറ്റിൽ മാർക്കോ അസെൻസിയോയുടെ പെനാൽറ്റി ഗോൾ കൂടി വരുന്നത്. അതോടെ 3-1 തകർപ്പൻ വിജയം എവേ മത്സരത്തിൽ ആസ്റ്റൺ വില്ലയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇനി രണ്ടാം പാദ മത്സരം സ്വന്തം മൈതാനത്താണ് നടക്കുന്നത്. ആ കളി മാർച്ച് 13 ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 നടക്കും. അതിനു മുമ്പ് അവർക്ക് ബ്രെൻഫോർഡുമായിട്ട് പ്രീമിയർ ലീഗിൽ ഒരു കളിയുമുണ്ട്. എന്തായാലും ആസ്റ്റൺ വില്ല ആരാധകർ വലിയ സന്തോഷത്തിലാണ്. ടീം UCLൻ്റെ ക്വാർട്ടർ ഫൈനൽ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.